ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആറാം ഘട്ടത്തിൽ 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോസിനോട് കുറച്ചൊന്ന് സ്നേഹം കാണിക്കുക, ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള വൻകര ഏത്? വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള വൻകരയാണ് ആഫ്രിക്ക. ബാലവേല നിരോധനം സംബന്ധിച്ച ഭരണഘടനാ വകുപ്പ് ഏത്? ബാലവേല നിരോധനം ആർട്ടിക്കിൾ 24. സർവശിക്ഷാ അഭിയാൻ പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? സർവശിക്ഷാ അഭിയാൻ സ്കൂൾ വിദ്യാഭ്യാസം. സ്കൂൾ വിദ്യാഭ്യാസം. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഭോപ്പാൽ ദുരന്തത്തിന് ഇടയാക്കിയ വാതകം ഏതാണ്? ഭോപ്പാൽ ദുരന്തത്തിന് ഇടയാക്കിയ വാതകം മീഥൈൽ ഐസോസൈനേറ്റ്. മീഥൈൽ ഐസോസൈനേറ്റ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് ജീവകം കെ. തലയോലപ്പറമ്പ് ആരുടെ ജന്മസ്ഥലമാണ്? തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മസ്ഥലമാണ്. നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ആയ വർഷം എന്ന 1994 നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ആയത്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആരുടെ സംഭാവനയാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരുടെ സംഭാവനയാണ്. ഡച്ചുകാർ. കറിയുപ്പിന്റെ രാസനാമം എന്ത്? കറിയുപ്പിന്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ്. കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആര്? ഫിഷറീസ് കൈകാര്യം ചെയ്തിരുന്നത് സജി ചെറിയാനായിരുന്നു. അപ്പൊ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന സാംസ്കാരികം, ഫിഷറീസ് എന്നീ വകുപ്പുകളൊക്കെ വിഭജിച്ച് നൽകി. അപ്പൊ ഫിഷറീസ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അബ്ദുൾ റഹ്മാനാണ്. അബ്ദുൾ റഹ്മാനാണ് ഫിഷറീസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, ഫിഷറീസ് യൂണിവേഴ്സിറ്റി എന്നീ വകുപ്പുകൾ ഇപ്പോൾ ആർക്കാണ് നൽകിയിരിക്കുന്നത്? അബ്ദുൾ റഹ്മാനാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തുറമുഖം ഏത്? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തുറമുഖം തൂത്തുക്കുടിയാണ്. തെക്ക് തൂത്തുക്കുടി, രണ്ടും തായിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയിൽ അവസാനം അംഗമായ രാജ്യം ഏതാണ്? അവസാനം അംഗമായത് ദക്ഷിണ സുഡാനാണ്. 2013 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ചാമ്പ്യന്മാർ ആ ടൈമിലെ കറണ്ട് അഫെയർ ആയിരുന്നു ഓസ്ട്രേലിയ. ഇപ്പൊ 2022 വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2022 മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായിട്ട് ന്യൂസിലൻഡിലാണ് നടന്നത്. ഇതില് ചാമ്പ്യന്മാരായത് ഓസ്ട്രേലിയയാണ്. ഓക്കെ, ഈ ടൈമിലും ആര് തന്നെയാണ്? ഓസ്ട്രേലിയ തന്നെയായിരുന്നു ചാമ്പ്യന്മാർ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ കുടിൽ വ്യവസായം കയർ വ്യവസായം. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രാറ്റസ് ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ഇന്ത്യയാണ്. കേരളത്തിലെ ആദ്യത്തെ കോളേജ് സ്ഥാപിക്കപ്പെട്ടത് ഏത് ജില്ലയിലാണ്? കോട്ടയം. CMS കോളേജ് ആണ്. CMS കോളേജ് കോട്ടയം. കേരളത്തിലെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? ആന്റണി രാജു ആണ്. ആന്റണി രാജു. അടുത്ത ചോദ്യം, കേരളത്തിലെ നൃത്തകലയുടെ പരിണാമത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കലാരൂപം ഏതാണ്? കഥകളിയാണ് കേരളത്തിലെ നൃത്തകലയുടെ പരിണാമത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കലാരൂപം. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം? 5ാമത്തെ ഭാഷയാണ് മലയാളം. ആകെ 6 ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് തമിഴിനാണ് ലഭിച്ചത് 2004.
രണ്ടാമത് സംസ്കൃതത്തിനാണ് ലഭിച്ചത് 2005. അപ്പൊ ആദ്യമായിട്ട് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏതാന്ന് ചോദിച്ചാൽ തമിഴാണ് 2004. രണ്ടാമത് സംസ്കൃതം 2005. മൂന്നാമത് രണ്ട് ഭാഷകൾക്ക് ഒരേ വർഷം തന്നെ ലഭിച്ചു 2008 തെലുങ്കിനും കന്നഡയ്ക്കും. അപ്പൊ മൂന്നാമത്തെ ഭാഷ തെലുങ്ക്, നാലാമത്തെ ഭാഷ കന്നഡ. അഞ്ചാമത്തെ ഭാഷയാണ് ഏത്? മലയാളം. 2013 മലയാളത്തിന് എന്ത് ലഭിച്ചത്? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. 2014 ഒഡിയ ഭാഷയ്ക്ക് ഏറ്റവും അവസാനം ആറാമത്തെ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ഭാഷയാണ് ഏത്? ഒഡിയ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഉത്തരായന രേഖ 23.5 നോർത്ത് കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബ്. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാനയാണ്. മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട സംസ്ഥാനം ത്രിപുര. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ആദ്യത്തെ പ്രസിഡന്റ് KM പണിക്കർ. സോക്കർ ഏത് കളിയുടെ അപരനാമമാണ്? സോക്കർ എന്നത് ഏത് കളിയുടെ അപരനാമമാണ്? ഫുട്ബോളിന്റെ അപരനാമമാണ്. അന്താരാഷ്ട്ര വയോജന ദിനം ഏത്? അന്താരാഷ്ട്ര വയോജന ദിനം ഒക്ടോബർ മാസം 1. ചോള രാജാക്കന്മാരിൽ ഏറ്റവും മഹനീയൻ ആരാണ്? ചോള രാജാക്കന്മാരിൽ ഏറ്റവും മഹനീയൻ രാജരാജൻ 1. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സമരനായകൻ ആര്? ഇന്ത്യയുടെ പിതാമഹൻ സ്വാമി ദയാനന്ദ സരസ്വതി. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു. ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ബുധൻ കഴിഞ്ഞാൽ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ്? ബുധൻ കഴിഞ്ഞാൽ ശുക്രനാണ്. താഴെ പറയുന്നവയിൽ ശീതക്കാറ്റ് ഏത്? ശീതക്കാറ്റ് മിസ്റ്റ് ഏതാ? മിസ്ട്രൽ. ഓക്കെ. മണികരൺ എന്ന ചൂട് നീരുറവ ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? മണികരൺ ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ചികിത്സാലയമാണ് ജനറൽ ആശുപത്രി. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2010. പ്രോഗ്രാം ചെയ്യാത്ത സിം കാർഡുകൾ ഉപയോഗിച്ച് നിലവിലുള്ള സിം കാർഡിന്റെ പകർപ്പുണ്ടാക്കുന്ന വിദ്യയ്ക്ക് പറയുന്ന പേരാണ് സിം ക്ലോണിംഗ്. പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടന ഏതാണ്? ഒപെക്. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏത്? നബാർഡ്. മൃഗവേട്ട പ്രധാന ഉപജീവന മാർഗമാക്കിയിരുന്ന പ്രാചീന കേരളത്തിലെ തിണ ഏത്? കുറിഞ്ചി. ഉത്തരേന്ത്യയിൽ തുർക്കികളുടെ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? രണ്ടാം തറൈൻ യുദ്ധമാണ് ഉത്തരേന്ത്യയിൽ തുർക്കികളുടെ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് ഗുജറാത്ത്. ധാതു സമ്പത്തിൽ 1-ാം സ്ഥാനമുള്ള ഇന്ത്യൻ സംസ്ഥാനം? ധാതു സമ്പത്തിൽ 1-ാം സ്ഥാനം ജാർഖണ്ഡ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസിന്റെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏത്? എസിന്റെ ആകൃതിയിൽ അറ്റ്ലാന്റിക് സമുദ്രമാണ് സ്ഥിതി ചെയ്യുന്നത്. അറ്റ്ലാന്റിക് സമുദ്രം. സദേൺ നേവൽ കമാൻഡ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? സദേൺ നേവൽ കമാൻഡ് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരാൾ എങ്ങനെ മരിക്കണമെന്ന് മറ്റൊരാൾക്ക് തീരുമാനിക്കാൻ കഴിയാത്ത ലോകം ഉണ്ടാകണം, അതാണ് എന്റെ സ്വപ്നം. ഇത് ആരുടെ വാക്കുകളാണ്? മാർക്വസ് ആണ് ഇങ്ങനെ പറഞ്ഞത്. മാർക്വസ്. ഭൂപടങ്ങളും വിഭവ ഭൂപടങ്ങളും തയ്യാറാക്കാൻ സഹായിക്കുന്ന ഇന്ത്യൻ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഏതാണ്? കാർട്ടോസാറ്റ്. ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം ഏത്? കുമുലസ് മേഘമാണ് ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്
ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയമാണ് ശിവസമുദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയം ശിവസമുദ്രമാണ്. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് സുന്ദർലാൽ ബഹുഗുണ. സുന്ദർലാൽ ബഹുഗുണ. ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം. ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ബീഹാറിലെ സിന്ദ്രി ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? സിന്ദ്രി രാസവള വ്യവസായം. ദേശീയ വൃക്ഷം ഏതാണ്? ദേശീയ വൃക്ഷം പേരാലാണ്. ഇന്ത്യയുടെ മിസൈൽ പദ്ധതിയുടെ തലപ്പത്തെത്തിയ ആദ്യ മലയാളി വനിത ആര്? ടെസി തോമസ് ആണ് ഇന്ത്യയുടെ മിസൈൽ പദ്ധതിയുടെ തലപ്പത്തെത്തിയ ആദ്യ മലയാളി വനിത. വായ്പാ സൗകര്യം ഏറ്റവും കുറവുള്ള വ്യവസായം ഏത്? വായ്പാ സൗകര്യം ഏറ്റവും കുറവുള്ളത് തുണി വ്യവസായമാണ്. പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട ഭേദഗതി ഏതാണ്? പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടത് 73-ാം ഭേദഗതി. 73-ാം ഭേദഗതി. രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥാനം. രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥാനം വീർഭൂമിയാണ്. വീർഭൂമി. ഗാട്ടിന് പകരം 1995 നിലവിൽ വന്ന സംഘടന ഏതാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഭക്രാനങ്കൽ നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ഏതാണ്? സത്ലജ് ആണ്. ഭക്രാനങ്കൽ നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ശില്പികളിൽ പെടാത്തത് ആര്? നെൽസൺ മണ്ടേല. ജവഹർലാൽ നെഹ്റു, ടിറ്റോ, കേണൽ ഗമാൽ അബ്ദുൾ ഒക്കെ ചേരിചേര പ്രസ്ഥാനത്തിന്റെ ശില്പികളാണ്. സാംസങ് കമ്പനിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? സാംസങ് കമ്പനിയുടെ ആസ്ഥാനം ദക്ഷിണ കൊറിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൃപ്പടിദാനം നടത്തിയ വർഷം. തൃപ്പടിദാനം നടന്നത് 1750 ജനുവരി 3 ആണ്. 1750 ജനുവരി 3. റാബി വിളയിൽ ഉൾപ്പെടുന്നത് ഗോതമ്പാണ്. ഗോതമ്പ്. ഗുജറാത്ത് സംസ്ഥാനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ദാമൻ ദിയു ആണ്. ദാമൻ ദിയു. ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങൾ സൂചിപ്പിക്കാൻ നൽകുന്ന നിറം ഏതാണ്? മഞ്ഞയാണ്. മഞ്ഞ. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം 1947. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി IAEA ആസ്ഥാനം എവിടെയാണ്? വിയന്നയാണ്. IAEA ആസ്ഥാനം വിയന്ന. അഫ്ഗാനിസ്ഥാനിലെ ദേശീയ നിയമനിർമ്മാണ സഭയുടെ പേര് എന്ത്? ഷോറ എന്നതാണ് അഫ്ഗാനിസ്ഥാനിലെ ദേശീയ നിയമനിർമ്മാണ സഭയുടെ പേര്. വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. വായയും കണ്ണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നമ്മുടെ മൂക്കിന്റെ പാലമല്ലേ? അപ്പൊ അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. പാൽചുരമാണ്. പാൽചുരം. ശ്രീബുദ്ധന്റെ രൂപം ആലേഖനം ചെയ്തിട്ടുള്ള നാണയങ്ങൾ ആദ്യമായി നിലവിൽ കൊണ്ടുവന്ന ഭരണാധികാരി ആരാണ്? കനിഷ്കനാണ്. ശ്രീബുദ്ധന്റെ രൂപം ആലേഖനം ചെയ്തിട്ടുള്ള നാണയങ്ങൾ ആദ്യമായി നിലവിൽ കൊണ്ടുവന്ന ഭരണാധികാരി. ആയുർവേദ തത്വങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന വേദം ഏതാണ്? ആയുർവേദ തത്വങ്ങളെ പറ്റി അഥർവ വേദത്തിലാണ് പ്രതിപാദിക്കുന്നത്. MG രാമചന്ദ്രൻ, NT രാമറാവു, ജയലളിത എന്നീ 3 മുഖ്യമന്ത്രിമാരെ തന്റെ ചലച്ചിത്രത്തിൽ അഭിനയിപ്പിച്ച സംവിധായകൻ ആരാണ്? M കൃഷ്ണൻ നായരാണ്. M കൃഷ്ണൻ നായർ. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം ഏത്? ഏറ്റവും ചെലവ് കുറഞ്ഞത് ജലഗതാഗതത്തിനാണ്. ജലഗതാഗതം. മനുഷ്യ മസ്തിഷ്കത്തിലെ സംസാരശേഷി നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? സെറിബ്രം ആണ്. സെറിബ്രം. ഗ്രീനിച്ച് സമയത്തിൽ നിന്നും ഇന്ത്യൻ സമയം 5.5 മണിക്കൂർ കൂടുതലാണ്. ഏത് രാജ്യമാണ് ഗ്രീനിച്ച് സമയത്തിൽ നിന്നും 12 മണിക്കൂർ കൂടുതലുള്ളത്? 12 മണിക്കൂർ കൂടുതലുള്ളത് ന്യൂസിലൻഡിലാണ്. ന്യൂസിലൻഡ്. മൂലധനം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ദാസ് ക്യാപിറ്റൽ. കാറൽ മാർക്സ് ആണ്. കാറൽ മാർക്സ്. അടുത്ത ചോദ്യം, ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വിവേചനത്തിനെതിരെ പൊരുതിയ നേതാവ് ആരാണ്? നെൽസൺ മണ്ടേലയാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? ഇന്ത്യയിൽ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് 1993 10 വർഷക്കാലമായി മനുഷ്യാവകാശ സംരക്ഷണത്തിനായി നിരാഹാര സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന
മനുഷ്യാവകാശ പ്രവർത്തക ആരാണ്? ഇറോം ഷാനു ശർമിളയായിരുന്നു. ഏർപ്പെട്ടിരുന്ന, ഓക്കെ, നിലവിലില്ല. ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിനായി ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ചിപ്കോ പ്രസ്ഥാനമാണ്. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് to protect the trees on the Himalayan slopes from the access of contractors of the forest. 1973 ചമോലി ഡിസ്ട്രിക്ട് ആൻഡ് ലേറ്റർ തെഹ്രി ഗഹ്വാൾ ഡിസ്ട്രിക്ട് ഓഫ് ഉത്തരാഖണ്ഡ് അവിടെയാണ് നടന്നത്. ഇതിന്റെ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? സുന്ദർലാൽ ബഹുഗുണ, ഗൗരാദേവി, സുദേശാദേവി മുതലായവരായിരുന്നു. അപ്പൊ നിങ്ങൾ എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഒരെണ്ണം ബിഷ്ണോയി മൂവ്മെന്റ്. 1700 കാലഘട്ടത്തില് രാജസ്ഥാനിൽ നടന്നതാണ് ബിഷ്ണോയി മൂവ്മെന്റ്. അതിന്റെ നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അമൃതാദേവിയാണ്. അമൃതാദേവിയും ബിഷ്ണോയിലുള്ള വില്ലേജേഴ്സും ചേർന്നിട്ടാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു മൂവ്മെന്റ്, ബിഷ്ണോയി മൂവ്മെന്റ് നടത്തിയതെന്ന് ചോദിച്ചാൽ സേവ് സേക്രഡ് ട്രീസ് ഫ്രം ബീങ് കട്ട് ഡൗൺ ബൈ ദ കിങ് സോൾജിയേഴ്സ്. അതായത് നമ്മൾ പുണ്യമായിട്ട് കണക്കാക്കുന്ന ട്രീസ് ഉണ്ട്, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ട്രീസിനെയൊക്കെ എന്ത് ചെയ്യുക, സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. പിന്നെ സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അത് 1978 നടന്നത്. സൈലന്റ് വാലി, പാലക്കാട് ജില്ലയിലുള്ള സൈലന്റ് വാലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സൈലന്റ് വാലി മൂവ്മെന്റ്. പിന്നെ ജംഗിൾ ബച്ചാവോ ആന്തോളൻ. ജംഗിൾ ബച്ചാവോ ആന്തോളൻ നടന്നത് ബീഹാറിലാണ്, സിംഭം ഡിസ്ട്രിക്റ്റില്. സിംഭം എന്ന ഡിസ്ട്രിക്റ്റില് 1982 ഇതെന്തിനാ നടന്നതെന്ന് ചോദിച്ചാൽ എഗെയിൻസ്റ്റ് ഗവൺമെന്റ് ഡിസിഷൻ ടു റീപ്ലേസ് ദ നാച്ചുറൽ സാൽ ഫോറസ്റ്റ് വിത്ത് തേക്ക്. അതായത് നാച്ചുറൽ സാൽ ഫോറസ്റ്റിനെ തേക്ക് പ്ലാന്റേഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യാനുള്ള ഗവൺമെന്റ് ഡിസിഷനെതിരെയാണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ നടന്നത്. പിന്നെ അപ്പിക്കോ മൂവ്മെന്റ്. അപ്പിക്കോ മൂവ്മെന്റ് നടന്നത് 1983 ഓക്കെ. ചിപ്കോ മൂവ്മെന്റ് 73, പിന്നെ 83 അപ്പിക്കോ മൂവ്മെന്റ് നടന്നത്. കർണാടകയിലെ ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ് ഇത് നടന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഫോറസ്റ്റ് കട്ട് ഡൗൺ ചെയ്യുന്നതിന് എതിരായിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു അപ്പിക്കോ മൂവ്മെന്റ്. ഓക്കെ, അടുത്ത ചോദ്യം, ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ദിവസം. ലോക പരിസ്ഥിതി ദിനം ജൂൺ മാസം 5. മന്ദരോഗം പരത്തുന്ന ജീവി. മന്ദരോഗം പരത്തുന്ന ജീവിയാണ് കൊതുക്. ജനസംഖ്യാ കണക്കെടുപ്പ് ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്? ജനസംഖ്യാ കണക്കെടുപ്പ് 10 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ്? ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ്. ഏറ്റവും വലിയ ഭൂഖണ്ഡം. ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യയാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ്. 2013 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹയായ സാഹിത്യകാരി ആരാണ്? വിജയലക്ഷ്മി. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്ര? ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണ്. ഓങ്കോളജി ഏതിന്റെ പഠനത്തെ കുറിക്കുന്നു? ഓങ്കോളജി എന്നത് ക്യാൻസറിന്റെ പഠനമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919. അന്തസ്രാവി ഗ്രന്ഥികളുടെ കൂട്ടത്തിലെ മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഒരു നദി. കിഴക്കോട്ട് ഒഴുകുന്നത് ഭവാനി നദിയാണ്. കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആര്? കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് 1951 ഇന്ത്യയിൽ ഭക്ഷ്യധാന്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഭക്ഷ്യധാന്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഏഷ്യൻ വനിത. ആദ്യ ഏഷ്യൻ വനിതയാണ് കൽപ്പന ചൗള. കൽപ്പന ചൗള. ഓക്കെ, അപ്പൊ ഇത്രയാണ് 100 മുൻവർഷ ചോദ്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളാണ് തിരഞ്ഞെടുത്ത് തന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിരിക്കാം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.